ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞാൽ നാം ഏറ്റവും ശ്രദ്ധിക്കേണ്ട ദിവസങ്ങളാണ് ഒന്നാമത്തെ ദിവസം മുതൽ 6ാമത്തെ ദിവസം വരെ. ഈ കാലയളവിൽ നമ്മൾ എത്രത്തോളം സൂക്ഷ്മതയും ശ്രദ്ധയും പുലർത്തുന്നുണ്ടോ അത്രത്തോളം നമ്മുടെ മുടിയുടെ ആരോഗ്യവും നന്നാവുന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓരോ ദിവസവും നമ്മൾ ഉണർന്നു കഴിഞ്ഞാൽ രാവിലെ സാധാരണ ലൈറ്റിൽ വെച്ച് നമ്മുടെ ട്രാൻസ്പ്ലാന്റ് ഏരിയയുടെ ഒരു ഫോട്ടോ എടുത്തിട്ട് അവർക്ക് വാട്സപ്പ് ചെയ്യണം. നമ്മളുടെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അവർ കൃത്യമായിട്ട് അത് സൂചിപ്പിക്കുകയും അതിനുള്ള പരിഹാരം അവർ നിർദ്ദേശിക്കുകയും ചെയ്യും. പിന്നീട് ഈ ദിവസങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഗുളികയാണ്. നമുക്ക് 7ഓളം ഗുളികയുണ്ട്. അത് പ്രധാനമായിട്ടും പെയിൻ കില്ലറായിട്ടുള്ളതുണ്ട്. അതേപോലെ ചൊറിച്ചിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഇവിടെ വേഗത്തിൽ നമ്മുടെ മുറിവുകൾ ക്ലോട്ടായിട്ട് നമ്മൾക്ക് വേഗത്തിൽ സുഖം പ്രാപിക്കാൻ വേണ്ടിയിട്ടുള്ള ഗുളികയുണ്ട്. പ്രധാനമായിട്ടും 2-3 പെയിൻ കില്ലറുകളാണ്. അപ്പം ഹാൻഡ് ക്ലാവ്, അതേപോലെ അമോക്സിൻ അടങ്ങിയ ഗുളികയാണ്. പിന്നെ ഗ്യാസിന്റെ ഗുളികയാണ്. 5ഓളം ഗുളികകൾ വളരെ വേഗത്തിൽ തന്നെ 4-5 ദിവസത്തിനുള്ളിൽ തന്നെ തീരുന്നതാണ്. ഗുളിക കൂടുതലുണ്ട് എന്ന് പേടിച്ചിട്ടാരും ട്രാൻസ്പ്ലാന്റിനെ മടിക്കാൻ പാടില്ല. പിന്നീടുള്ളത് ബയോട്ടിൻ ടാബ്ലറ്റ് ആണ്. വിറ്റാമിൻ ഗുളികയായിട്ടുള്ള ബയോട്ടിൻ ടാബ്ലറ്റ്. ഇത് 90 നമുക്ക് ഈ പാക്കേജിന്റെ കൂടെ തന്നെ തരുന്നതാണ്. ഈ ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് നമ്മുടെ ട്രാൻസ്പ്ലാന്റ് ഏരിയ ഒരിക്കലും ഡ്രൈ ആവാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ രാവിലെ ഉണർന്നത് മുതൽ ഓരോ മണിക്കൂർ ഇടവിട്ടുകൊണ്ട് തന്നെ ട്രാൻസ്പ്ലാന്റ് ഏരിയയും ഡോണർ ഏരിയയും NS വാട്ടർ ഉപയോഗിച്ചുകൊണ്ട്, ഇത് 500 മില്ലിയുടെ ഒരു ബോട്ടിലാണ്. ഇത് അവിടുന്ന് തന്നതാണ്. ഒരു ബോട്ടിൽ നമുക്ക് തരും. ഓരോ ദിവസത്തേക്കും ഓരോ ബോട്ടിൽ വേണം. ബാക്കി 5 ബോട്ടിലുകൾ നമ്മൾ വാങ്ങണം. സാധാരണഗതിയിൽ അത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു സ്പ്രേ ബോട്ടിൽ വാങ്ങാം. ഇത് ഫാൻസി ഷോപ്പിലൊക്കെ കിട്ടും. 25 രൂപയാണ് വില. ഇതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് നല്ല രീതിയിൽ സ്പ്രേ ചെയ്യാൻ കഴിയും. നമുക്ക് ഒരാളെ കൊണ്ട് തന്നെ ഈ NS അപ്ലൈ ചെയ്യാൻ കഴിയും. അതേപോലെ മറ്റൊരു കാര്യമാണ് നമ്മുടെ ഈ ഡോണർ ഏരിയ ഇതുകൊണ്ട് ക്ലീൻ ചെയ്തതിനു ശേഷം നല്ലപോലെ ഓയിൽമെന്റ് അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ രാവിലെയും രാത്രിയും 2 നേരമാണ് ഓയിൽമെന്റ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഓരോ നേരവും ഓയിൽമെന്റ് അപ്ലൈ ചെയ്തിട്ട് അതിനെ തുടർന്നുള്ള ഒരു 2 മണിക്കൂർ നേരത്തേക്ക് ഞാൻ NS അപ്ലൈ ചെയ്തിട്ടില്ല. ഓയിൽമെന്റ് അവിടെ നല്ലപോലെ കിടന്നോട്ടെ എന്ന് കരുതിയിട്ടാണ് അത് ചെയ്തത്. ഓക്കെ. പിന്നീടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ 7-ാം തീയതി നമ്മുടെ ഹെഡ് വാഷിന് വേണ്ടി ഉപയോഗിക്കേണ്ട അലോവേര ജെൽ. ഇത് ആ പാക്കേജിന്റെ കൂടെ തന്നെ നമുക്ക് ലഭ്യമാവുന്നതാണ്. ഈ മറ്റൊന്നാണ് KSL ഷാമ്പു. അതായത് 7ാമത്തെ ദിവസം നമ്മൾ ഹെഡ് വാഷിന് ശേഷം നമ്മൾ ഉപയോഗിക്കേണ്ടത് ബേബി ഷാമ്പു ആണ് ഉപയോഗിക്കേണ്ടത്. ആ ബേബി ഷാമ്പു ഉപയോഗിച്ചിട്ടും നമ്മൾക്ക് താരം നിലനിൽക്കുന്നുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കേണ്ട സാധനമാണ് ഈ KSL ഷാമ്പു. ഇത് ആ പാക്കേജിന്റെ കൂടെ നമുക്ക് ലഭ്യമാണ്. ആവശ്യമെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. മറ്റൊന്ന് ഇത് ഇതേപോലെയുള്ള സർജിക്കൽ കേപ്പാണ്. ഒന്ന് നമുക്ക് അവിടെ കിട്ടും. ഒരു 3 എണ്ണം ഞാൻ അവിടുന്ന് എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ട്. ഇതിന് 10 രൂപയാണ് വില. NSന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. ഓയിൽമെന്റ് നമുക്ക് ഒരു ഓയിൽമെന്റ് ആണ് അവർ തരുന്നത്. ഇത് ഒരു 2 ദിവസത്തേക്ക് തികയുന്നതാണ്. അതുകൊണ്ട് 2 എണ്ണം എക്സ്ട്രാ വാങ്ങിയിട്ടാണ് നിങ്ങൾ വരേണ്ടത്. ഈ ദിവസങ്ങളിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വെള്ളം കുടിക്കുന്നത്. ഓരോ ദിവസവും മിനിമം 4 ലിറ്ററെങ്കിലും നമ്മൾ വെള്ളം കുടിക്കണം. ഈ കുടിക്കുന്ന വെള്ളം മൂത്രമായിട്ട് പോകുമെങ്കിലും നമ്മൾ അതിൽ നിന്ന് ഭയപ്പെടേണ്ടതായിട്ടില്ല എന്നാണ്. അങ്ങനെ വെള്ളം കുടിച്ചാൽ മാത്രമേ നമുക്ക് ഇവിടെയുള്ള അനസ്തേഷ്യയുടെ ജെല്ല് ഇറങ്ങിപ്പോകും. അതിന്റെ കാരണമായിട്ട് ഇവിടെ മുഖമൊക്കെ തടിക്കുന്നതാണ്. ഇതിന്റെ ഫോട്ടോ നോക്കിയാൽ നിങ്ങൾക്കറിയാം. ആ ഒരു വീക്കം എത്രയും പെട്ടെന്ന് കുറയണമെങ്കിൽ നമ്മൾ എത്രത്തോളം വെള്ളം കുടിച്ചോ അത്രത്തോളം വേഗത്തിൽ നമ്മുടെ നീര് ഇറങ്ങിപ്പോകുന്നതാണ്. ഈ കാര്യം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഓക്കെ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ദിവസങ്ങൾ നമുക്ക് നോൺ വെജ് ഫുഡുകളൊന്നും കഴിക്കാൻ പാടില്ല. മുട്ട, അതേപോലെ പാലടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ, ചായ പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത്. പിന്നെ ഇറച്ചി, മീന്, ചിക്കൻ പോലെയുള്ള യാതൊന്നും കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. അതേപോലെ ഹെൽമെറ്റ് ധരിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ പാടില്ല 2 മാസത്തോളം. ഒരിക്കലും നമ്മുടെ തലയുടെ ഭാഗം വിയർക്കാൻ പാടില്ല. വിയർക്കുകയാണെങ്കിൽ അത് നമ്മൾ കോട്ടൺ തുണി കൊണ്ട് തുടച്ചിട്ട് വൃത്തിയാക്കണം. അപ്പൊ ഈ ദിവസങ്ങൾ നമ്മൾ എത്രത്തോളം ശ്രദ്ധ കരുതുന്നുണ്ടോ അത്രത്തോളം നമ്മുടെ മുടിയുടെ ആരോഗ്യവും നമ്മുടെ ആരോഗ്യവും നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും. ഓക്കെ. ഇനി നമുക്ക് അടുത്ത വീഡിയോ ഹെഡ് വാഷിന്റെ വീഡിയോയുമായിട്ട് കടന്നു വരാം.